എന്താ ആന്റി? ആ ബാംഗ്ലൂർ കമ്പനി ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതുവരെ സെറ്റിൽ ആയില്ലേ? അത് ആന്റിയോട് നേരിട്ട് സംസാരിക്കാതെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ലെന്നാ അവര് പറയുന്നത്. പിന്നെ പ്രോജക്ട് മാനേജറായി നീ കമ്പനിയിൽ ഇരിക്കേണ്ട ആവശ്യം എന്താ? ആദ്യം സ്വന്തം സ്ഥാനത്തിന്റെ വലിപ്പം അറിയണം, അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. അതിന് സ്ഥാനത്തിനനുസരിച്ചുള്ള വലിപ്പം എനിക്കിവിടെ ആരാ തരുന്നത്? എന്താ? അല്ല, ഇനി ശ്രമിക്കാന്ന് പറയുകയായിരുന്നു. എത്ര കാലമായി ഇവിടെ വന്ന് കയറിയിട്ട്? എത്ര കാലമായി കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അവിടെ കിടക്കുന്ന കസേരയ്ക്കും മേശയ്ക്കും വരെ ഇത്രയും കാലങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുപോലും നിനക്കില്ലല്ലോ. നേരത്തെ എന്താ ബഹളം കേട്ടെ? അത് സൂര്യയുടെ മുറിയിലുള്ള മദ്യക്കുപ്പികൾ കാണാനില്ലെന്ന്. ഏട്ടൻ ആകെ വയലന്റ് ആണ്. ഓ, എന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും മദ്യത്തിനു വേണ്ടിയല്ലാതെ മറ്റൊന്നിനും വയലന്റായി ഞാൻ കണ്ടിട്ടില്ല. മമ്മിക്കൊരു ജ്യൂസ് എടുക്കാൻ പറയട്ടെ? എന്താ, ഞാനിങ്ങ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന പോലെ തോന്നിയ നിനക്ക്? അതുകൊണ്ടല്ല. പിന്നെ എന്നാലും ഒരെണ്ണം എടുക്കാൻ പറയാം. വാ. ഈ കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോ തിരിച്ചു ചോദ്യം ചോദിക്കുന്നതാണോ മര്യാദ? ഉത്തരം ഇല്ല ഇതിന്. ആന്റി എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ തന്നെ ആന്റിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ മനസ്സ് ബ്ലാങ്ക് ഔട്ടായി പോകും. ബഹുമാനം കൊണ്ടാ. അയ്യോ, ഏറ്റില്ലേ? ചേച്ചി, ഇതെന്താ ഇപ്പൊ ചേച്ചിക്ക് കോഫി കുടിക്കാൻ ഒരാഗ്രഹം? ജ്യൂസ് കുടിക്കാൻ മമ്മിയെ നിർബന്ധിച്ചല്ലോ. കുടിക്കുന്ന നമുക്ക് വേണ്ടിയല്ല, എടുക്കുന്ന അവൾക്ക് വേണ്ടിയാ ഈ ആഗ്രഹം. എനിക്ക് മനസ്സിലായില്ല. ജ്യൂസും കോഫി എടുത്ത് അവള് വരട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് സുമയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവള് കൃത്യമായിട്ട് അത് ചെയ്തോളും. നമ്മുടെ വേലക്കാരിയെ മമ്മി വലിച്ചു കയറുന്ന കണ്ട പോരെ? ഒരു 5 മിനിറ്റ് ക്ഷമിക്ക്. നീ വാ.
എന്താ ഈ കുക്കുംബർ ജ്യൂസ് മാഡത്തിന്? ഓ പുതിയ കൊച്ചുമ്മയുടെ അഹങ്കാരം ഇന്നത്തോടെ തീരും. നിന്ന് മുട്ടുവേദനിക്കുന്നു, ഇരിക്കട്ട. എന്താ? ഒന്നുമില്ല മമ്മി. മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തിനാ ഇങ്ങനെ സ്ഥിരമായിട്ട് വഴക്ക് കേൾക്കുന്നതെന്ന് പറഞ്ഞതായിരുന്നു. മാഡം മാഡം ഇരിക്കട്ടെ. ഇരിക്കണ്ടേ? അയ്യോ 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 അവളെ അഭിനയം എന്നെ കൊല്ലാനാണോ മുളകരച്ച് ചേർത്തിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ മാഡം, എനിക്കെന്റെ കണ്ണു നേർന്നു. എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ല. ചതിക്കാൻ നോക്കിയപ്പോ അത് നിനക്ക് എന്നെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയില്ലല്ലേ? പോ എന്റെ കൺമുമ്പിൽ. വെക്കടാ. കുക്കുംബർ ജ്യൂസിൽ മുളകരച്ച് ചേർക്കുക. അതെ, ഇത് അവളെ ആന്റിയോട് പ്രതികാരം ചെയ്തത് തന്നെ. അവളെ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞേക്കണം ആന്റി. വേണ്ട. കുറച്ചു മുൻപ് മമ്മി ഞങ്ങളോട് ചോദിച്ചില്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇത് തുടക്കം. ഇനിയുള്ള ഓരോ നിമിഷവും അവൾ നേരെ നേരെ ചാകും. അല്ല മോളെ, രാജേട്ടാ, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. നേരിട്ട് വയ്യ. മോളെ എന്നാലും എന്ത് ക്രൂരത അവര് ചെയ്തേ. ജ്യൂസ് എടുത്ത് മൂത്തൊഴിക്കുക എന്നൊക്കെ പറഞ്ഞ മാഡത്തിനെ കുറ്റം പറയണ്ട. ജ്യൂസിലെ മുളകിന്റെ നീറ്റില് വന്ന ആരെങ്കിലും സഹിക്കോ? മോളെ ഒട്ടും വയ്യ. മോളെ മോളെ മോളേക്ക് വാ.